بسم الله الرحمن الرحيم الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ കാരണവന്മാരെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ റബ്ബിൻ്റെ മുഖറബീങ്ങളായിട്ടുള്ള മാലാഖന്മാർ സന്നിഹിതരാകുന്ന ഒരു ഇൽമിൻ്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുവാനും അള്ളാഹുവിൻ്റെ സുന്ദരമായ ദീനിനെ ഒരല്പസമയം പഠിക്കുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഇരിക്കുന്ന ഈ ഒരു സന്ദർഭം റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് നല്ലൊരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ലോകത്തിന് മുഴുവൻ കാരുണ്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വിശ്വാസി എന്ന നിലക്ക്, സ്വർഗത്തെ ആഗ്രഹിക്കുന്നവർ എന്ന നിലക്ക്, നരകത്തെ വല്ലാതെ പേടിക്കുന്നു എന്ന നിലക്ക് അവിടുത്തെ മാതൃകകളെ പിൻപറ്റുകയും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് ഇന്നലകളിലും ഇന്നുമൊക്കെ നമ്മുടെ നാടുകളിലും സോഷ്യൽ മീഡിയകളിലും നമ്മൾ കണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യങ്ങളെ അതിനെ സജീവമാക്കിക്കൊണ്ട് ഞങ്ങളാണ് പ്രവാചക സ്നേഹികൾ എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ ഇവിടെ നടത്തിയ ചില കാര്യങ്ങൾ, വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാതെ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടാതെ നാളെ സ്വർഗത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധ്യമാവുകയില്ല എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ
നിങ്ങളിൽ ഒരാളും പൂർണ്ണമായ വിശ്വാസിയാവുകയില്ല. നിങ്ങളുടെ മാതാപിതാക്കളേക്കാൾ, നിങ്ങളുടെ മക്കളേക്കാൾ, ജനങ്ങളെക്കാട്ടിലെല്ലാറ്റിലും ഉപരി നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ആ മുത്തുനബിയെ നമ്മൾ സ്നേഹിക്കേണ്ടത്? ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തർക്കം എന്ന് പറഞ്ഞാൽ നബിദിനം ആഘോഷം, അത് ആഘോഷിക്കണോ അല്ലെങ്കിൽ അത് വേണ്ടേ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബാ കിറാമുകൾ, അവിടുന്ന് വന്നിട്ടുള്ള താബീങ്ങൾ, താബീങ്ങൾ, അവിടുന്ന് ശേഷമുള്ള ഒരാൾക്ക് പോലും പരിചയമില്ലാത്ത ഇത് നമ്മുടെ നാടുകളിൽ ഇന്ന് സജീവമായി കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികളെ നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിലേക്ക് മാതൃകയായി കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതകളെ പിൻപറ്റുക, ആ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പിൻപറ്റുക. ഏതൊക്കെ മേഖലകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ വിഷയങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ടോ, ആ കാര്യങ്ങളിലെല്ലാം ആ പ്രവാചകനെ പിൻപറ്റുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നബിയെ പറഞ്ഞു കൊടുക്കുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, നിങ്ങൾ എൻ്റെ മാതൃകകളെ നിങ്ങൾ പിൻപറ്റണം. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും, നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിലും, നിങ്ങളുടെ ഇടപാടുകളിലും, നിങ്ങളുടെ ക്രയവിക്രയങ്ങളിലും ഏതൊക്കെ മേഖലകൾ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ എന്നെ പിൻപറ്റിയാൽ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടും. വിശ്വാസികളെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടുന്ന വിഷയമാണ്. അതുകൊണ്ട് വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും അവൻ ആലോചിക്കണം, എൻ്റെ നമസ്കാരത്തിൽ ആ പ്രവാചകനോടുള്ള സ്നേഹമുണ്ടോ, എൻ്റെ സംസാരത്തിൽ ആ പ്രവാചകനോടുള്ള സ്നേഹമുണ്ടോ, എൻ്റെ ജീവിതത്തിൽ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളെ ഞാൻ പിൻപറ്റുന്നുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ചിന്തിക്കുക. അതുപോലെ തന്നെ വിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ അത് ഈമാനിൻ്റെ ഒരു ഭാഗമാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. സ്വഹാബത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കേണ്ടുന്ന എല്ലാ ആദരവുകളും, എല്ലാ ബഹുമാനങ്ങളും, എല്ലാ കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അവർ പ്രവാചകനെ സ്നേഹിച്ചു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു പ്രിയപ്പെട്ടവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൻറ്റിമേറ്റായ ഫ്രണ്ടായിരുന്നു, ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ കൂട്ടുകാരനായി, തൻ്റെ മിത്രമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ റബ്ബ് എനിക്കൊരു കൂട്ടുകാരനെ സ്വീകരിക്കുവാനുള്ള അവസരം നൽകിയാൽ ഞാൻ എൻ്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടുകാരനായി സ്വീകരിക്കുമെന്നുള്ളതാണ്. ആ സ്നേഹം എത്രത്തോളം എന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മഹതിയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഹിജ്റ പോകുവാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോകുവാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരു മനുഷ്യൻ സന്തോഷം കൊണ്ട് കരയുമെന്നുള്ളത് ഞാൻ ആദ്യമായി തിരിച്ചറിഞ്ഞ ദിവസമാണത്.
സന്തോഷം കൊണ്ടൊരു മനുഷ്യൻ കരയുന്നുള്ളത് ഞാൻ അന്നാണ് തിരിച്ചറിഞ്ഞെന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോകുന്ന സന്ദർഭമാണ്. നടക്കുന്ന അവസ്ഥകളിലൂടെ മുത്തുനബിയുടെ മുമ്പിലൂടെ നടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ കുറച്ചു കഴിയുമ്പോൾ പിറകോട്ട് വരികയാണ്. കുറച്ചു കഴിയുമ്പോൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. യാത്രയുടെ ഇടയിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, അല്ല അബൂബക്കർ, ഇത് എന്തൊരു നടത്തമാണ് നീ നടക്കുന്നത്? നീ ഏതെങ്കിലും ഒരു ഭാഗത്തു കൂടി നടക്കുക എന്ന് പറയുമ്പോൾ മുത്തുനബിയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ അങ്ങയുടെ മുന്നിലൂടെ നടക്കുമ്പോൾ എനിക്ക് ഭയമാണ്, അങ്ങയെ ശത്രുക്കൾ പിന്നിൽ നിന്ന് ആക്രമിച്ചാലോ? അപ്പം ഞാൻ വേഗം പിറകോട്ട് വരും. ഞാൻ പിറകോട്ട് വന്നാലോ എൻ്റെ മനസ്സിലൊരു ചിന്ത വരികയാണ്, അങ്ങയെ ഇനി മുന്നിൽ നിന്ന് ശത്രുക്കൾ ആക്രമിച്ചാലോ എന്നാണ്. എത്രത്തോളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരു തവണ പോലും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ ഒരു കാരക്കച്ചീള് വിതരണം ചെയ്തിട്ടില്ല. അതിൻ്റെ പേരിൽ ഒരു മദ്ഹുകളോ പാട്ടുകളോ അല്ലെങ്കിൽ പ്രോഗ്രാമുകളോ സംഘടിപ്പിച്ചിട്ടില്ല. നമുക്ക് പറയാൻ കഴിയോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടമല്ല, സ്നേഹമില്ലാന്ന്? കഴിയില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് എന്നെ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം അങ്ങയെയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ്. എന്താ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി? ഉമറേ, നിന്റെ ഈമാൻ പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ്. വിശ്വാസികളെ, ആ സന്ദർഭത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എനിക്കെൻ്റെ ജീവനേക്കാൾ അങ്ങനെയാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞപ്പോൾ, അൽ ആനയാ ഉമർ, ഉമറേ, നിന്റെ ഈമാൻ ഇപ്പോഴാണ് പരിപൂർണമായിട്ടുള്ളത് എന്നാണ്. ഇതുപോലെ സ്നേഹിക്കാനാ മുത്തുനബി നമ്മുടെ കൂടെയില്ല. ഇതുപോലെ സ്നേഹം കൊടുക്കാനാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോടൊപ്പമില്ല. പക്ഷേ ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ച ഒരുപാട് ആദാബുകൾ, മര്യാദകൾ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, മഹദിയായ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ, നോക്കൂ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഹാബ വനിതക്കുള്ള സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. അപ്പോൾ സഹായം ആവശ്യപ്പെട്ടു, പിരിവ് ആവശ്യപ്പെട്ടു. നമ്മളൊക്കെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മുടെ സമ്പത്തിനെ വിനിയോഗിക്കാൻ നമുക്ക് സാധ്യമാകണം. അത് എത്ര കുറച്ചാണെങ്കിലും അത് അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കാനുള്ള ഒരു ഹൃദയ വിശാലത നമുക്കുണ്ടാകണം. അപ്പോൾ ഓരോ ആളുകളും ഓരോന്ന് വന്ന് കൊണ്ട് കൊടുത്തു. പല ആളുകളും പാത്രം കൊണ്ടുവന്ന് കൊടുത്തു, ആയുധങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു. ഈ സ്വഹാബ വനിത കടന്നു വരുന്നത് എങ്ങനെയാണ്? തൻ്റെ മുലകുടി പ്രായത്തിലുള്ള ഒരു കൈക്കുഞ്ഞുമായി കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നബിയേ, അങ്ങ് പിരിവ് ആവശ്യപ്പെട്ടല്ലോ, അങ്ങ് സഹായം ആവശ്യപ്പെട്ടല്ലോ, അങ്ങക്ക് ആളുകൾ പലതും വന്നുകൊണ്ട് തന്നു. എൻ്റെ അരികെ അങ്ങക്ക് തരാൻ എൻ്റെ അടുക്ക് സമ്പത്തില്ല. എൻ്റെ അടുക്കൽ ആകെയുള്ളത് ഈ കൈക്കുഞ്ഞാണ്. ഈ കൈക്കുഞ്ഞിനെ താങ്കൾ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്തിൻ്റെ നയനങ്ങൾ നനഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ കരഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് ചോദിക്കുന്നു, അല്ല സഹോദരി, ഇത്രയേറെ കൊടുമ്പിനി കൊള്ളുന്ന ഈ യുദ്ധക്കളത്തിലേക്ക് ഈ മുലകുടി പ്രായത്തിലുള്ള കൈക്കുഞ്ഞുമായി പോയി എന്ത് ചെയ്യുവാനാണ്? വല്ലാത്തൊരു ചോദ്യമാണത്. വിശ്വാസികളെ, നമ്മൾ ആലോചിക്കണം. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒരു ഉമ്മക്കും ഒരു കുട്ടിക്കുമിടയിൽ വെച്ചിട്ടുള്ള സ്നേഹം എത്രയാണ്, കാരുണ്യം എത്രയാണ്. അതും ഒരു മുലകുടി പ്രായത്തിലുള്ള ഒരു കൈക്കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ മാത്രം ആ സഹോദരിയുടെ മനസ്സിൽ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ചോദിച്ചപ്പോ മഹദിയായ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയുടെ മറുപടി, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് യുദ്ധത്തിലൂടെ പങ്കെടുക്കുന്ന സന്ദർഭങ്ങളിലൂടെ അങ്ങയുടെ ശരീരത്തിലേക്ക് വരുന്ന ഓരോ അമ്പുകളെയും എൻ്റെ കുഞ്ഞിനെ ഒരു പരിചയാക്കിക്കൊണ്ട്, ഒരു മറയാക്കിക്കൊണ്ട് അങ്ങ് സ്വീകരിക്കണമെന്നുള്ളതാണ്. അത്രത്തോളം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് സ്നേഹിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചരിത്രങ്ങൾ നമ്മൾ പറയുമ്പോഴും നമ്മൾ കേൾക്കുമ്പോഴും നമ്മുടെ ഈമാൻ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധ്യമാകണം. എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയണം? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കൂടെയില്ല. പക്ഷേ ആ മുത്തുനബിയെ എൻ്റെ ജീവിതത്തിലേക്ക്, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരുമെന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധ്യമാകണം. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റബ്ബ് പറഞ്ഞെന്താ പ്രിയപ്പെട്ടവരെ? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവൻ കാരുണ്യമായി കൊണ്ടല്ലാതെ മുത്തുനബിയെ അങ്ങേ നാം അയച്ചിട്ടില്ല. ഇന്ന് നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ പറയുന്ന തെളിവുകൾ ഉദ്ധരിക്കാൻ വേണ്ടി അവരെടുക്കുന്ന ഒരായത്താണ്, സംശയമില്ലാത്ത വചനമാണ്. എന്താണത്? നബിയെ, താങ്കളെ നാം കാരുണ്യമായി കൊണ്ടല്ലാതെ ലോകത്തിന് അവതീർണമാക്കിയിട്ടില്ല. അത് കറക്റ്റാണ്, സത്യമാണ്. പക്ഷെ അതിനെവിടെ നബിദിനാഘോഷിക്കാനുള്ള തെളിവ്? അതില്ല. ലോകത്തിന് മുഴുവൻ കാരുണ്യമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ പ്രിയപ്പെട്ടവരെ? എത്രത്തോളം എന്ന് വെച്ചാൽ എത്ര ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുണ കാണിച്ചിട്ടുണ്ട്. കുട്ടികളോട് കരുണ കാണിച്ചിട്ടുണ്ട്, മൃഗങ്ങളോട് കരുണ കാണിച്ചിട്ടുണ്ട്, തങ്ങളെ ഏറ്റവും കൂടുതൽ ആക്രമിച്ച ആളുകളോട് കരുണ കാണിച്ചിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പേരക്കുട്ടികളോടുള്ള പെരുമാറ്റം നിങ്ങൾ ചരിത്രത്തിൽ വായിച്ചതല്ലേ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ? അപ്പം അത്രത്തോളം എല്ലാവരോടും കരുണ കാണിച്ച ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? ഒരു മൃഗത്തിനോട് പോലും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച ഫീ കുല്ലി കബദിൻ റത്ബത്തിൻ അജ്ർ, പച്ചക്കരലുള്ള എന്തിനോടും നിങ്ങൾ കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച നമ്മുടെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരക്കുട്ടികളോട്, അവിടുത്തെ മക്കളോട്, അവിടുത്തെ ഭാര്യമാരോട്, എല്ലാവരോടും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ഒരു സമീപനമായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും, അല്ലേ? അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോഴേ നമ്മൾ ആരാകുന്നുള്ളൂ? ഒരു യഥാർത്ഥമായ മുഅ്മിനാവുകയുള്ളൂ. മക്കം ഫത്ത് നമുക്കൊക്കെ അറിയാം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും അങ്ങേയറ്റം പ്രയാസപ്പെടുത്തിയ, അല്ലേ? മക്ക ജീവിത കാലഘട്ടത്തിലൊക്കെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ്. നമ്മുടെ കൈകാലുകൾക്ക് ചെറിയ ഒരു ക്ഷീണം വരുമ്പോൾ നമുക്കന്ന് നമസ്കാരമില്ല, നമുക്കന്ന് ദഅവത്തില്ല, നമുക്കന്ന് ദീനിയായ പ്രവർത്തനങ്ങളില്ല. കിലോമീറ്ററുകൾ താണ്ടി സ്വഹാബത്ത് ദഅവത്ത് നടത്തിയിട്ടുണ്ട്. അവരുടെ ആ ഒരു കാലവും നമ്മൾക്കിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. മക്കം ഫതഹിൻ്റെ അന്ന് സ്വഹാബത്ത് പറയുകയാണ്, ഇന്ന് ചൂടുപിടിച്ച ദിവസമാണ്, ഇന്ന് രക്തമൊഴുകുന്ന ദിവസമാണ്. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കാരണം എന്താ? അത്രയേറെ നമ്മെ പ്രയാസപ്പെടുത്തിയ, നമ്മെ ബുദ്ധിമുട്ടിച്ച, നമ്മെ ബഹിഷ്കരിച്ച, നാടുകടത്തിയ ആളുകളെ ഇന്ന് നമ്മുടെ കരങ്ങളിൽ കിട്ടിയ ദിവസമാണ്. ഇത് സ്വഹാബത്ത് പറഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഹാദാ യൗമുൽ മർഹമ, ഇത് കാരുണ്യത്തിൻ്റെ ദിവസമാണ്. വഅൻതും തുലഖാ,
നിങ്ങളെല്ലാവരും ഇന്ന് സ്വതന്ത്രരാണ്. ഒന്ന് ആലോചിച്ചൊക്കെയാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിഷയത്തിലുള്ള ഒരു രീതി എന്നുള്ളത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ക്ഷമയെ നമ്മൾ മാതൃകയാക്കണം. അവിടുന്ന് എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. മക്ക ജീവിത കാലഘട്ടത്തിൽ ശത്രുക്കൾ അങ്ങേയറ്റം ആക്രമിച്ചപ്പോൾ, ബുദ്ധിമുട്ടിയപ്പോൾ, നാടുകടത്തിയ സന്ദർഭങ്ങളിലൂടെ ആ മക്കയെ നോക്കി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഭൂമികളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി നീയാണെന്ന് എനിക്കറിയാം. നിന്റെ ആളുകൾ എന്നെ ആട്ടിപ്പുറത്താക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകില്ലായിരുന്നു എന്ന് ആ മക്കയെ നോക്കി മഹാനായ മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അങ്ങോട്ട് കുടുംബക്കാരുടെ ത്വായിഫിൻ്റെ മണ്ണിലേക്ക് കടന്നു പോകുന്ന സന്ദർഭങ്ങളിലൂടെ അവിടുത്തെ അങ്ങാടി പിള്ളേരെ കൊണ്ട് ആളുകൾ കല്ലെറിഞ്ഞപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞപ്പോഴും രക്തം വന്നപ്പോഴും പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോഴും പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമിക്കുകയാണ് ചെയ്തത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുവീഴ്ച ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ ക്ഷമ നമ്മൾ കൊണ്ടുവരൽ അനിവാര്യമാണ്. അള്ളാഹിൻ്റെ പ്രയോഗം എന്താണ് വിശുദ്ധ ഖുർആനിൽ? വലനബുലുവന്നക്കും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ദുനിയാവിൽ എന്തുണ്ടാവും? പരീക്ഷണങ്ങളുണ്ടാവും. അത് ഓരോരുത്തർക്കും ഓരോ രൂപത്തിലായിരിക്കും. അതുണ്ടാകും. അത് മരണം വരെ പ്രതീക്ഷിക്കാം. അതുണ്ടാകാത്ത മനുഷ്യർ ഈ ലോകത്തുണ്ടാവുകയില്ല. അതുകൊണ്ട് ആ പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുമ്പോൾ എന്ത് നമ്മൾ മനസ്സിലാക്കണം? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. വിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ ഹൃദിസ്ഥമായ, നമ്മുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരു വചനമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളെ പരീക്ഷിക്കും, അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? അയ്യുക്കും അഹ്സനു അമല. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നറിയാൻ. അതുകൊണ്ട് ആ ക്ഷമ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കണം. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത. അവിടുന്ന് മക്കക്കാരെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചത്? അൽ അമീൻ എന്നായിരുന്നു. നമുക്കൊക്കെ സുപരിചിതമായ പേരാണ്, അല്ലേ? വിശ്വസ്തൻ. എത്രത്തോളം ആ മക്കയിലെ ആളുകൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊടുത്തേൽപ്പിക്കും. അതാ ഒരു മനുഷ്യർക്ക് കിട്ടുന്ന എന്താണ്? അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ആദരവാണ്. ഇപ്പം നമ്മുടെ അയൽവാസി വീട് പൂട്ടി പുറത്തു പോകുമ്പോൾ താക്കോല് നമ്മുടെ അടുത്ത് കൊടുന്ന് തരുന്നുണ്ടോ? നമ്മൾ നല്ല അയൽവാസിയാണ്. അത് തരാത്തൊരു മോശം എന്നല്ല കേട്ടോ. ചിലപ്പോൾ വേറെ ആൾക്ക് കൊടുത്തിട്ടുണ്ടാവും, നമുക്കറിയില്ലല്ലോ. അങ്ങനെ ആരും വിചാരിക്കണ്ട. എന്നാലും നമ്മൾ അതിന് മനസ്സിലാക്കേണ്ട ഒരു ഗുണം എന്ന് പറഞ്ഞ കാര്യം എന്താണ്? ആ വ്യക്തിക്ക് നമ്മളോടുള്ള സ്നേഹമാണ്, നമ്മളോടുള്ള അനുകമ്പയാണ്, കാരുണ്യമാണ്. അവിടുന്ന് ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് അപ്രിഷിയേറ്റ് ചെയ്യുകയാണ്, പുകഴ്ത്തുകയാണ്, വാഴ്ത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. സൂറത്തു ഖലമിലൂടെ റബ്ബ് പഠിപ്പിക്കുകയാണ്, മുത്തുനബിയേ, താങ്കൾ ഏറ്റവും നല്ല സൽ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു എന്നാണ്. ആ പ്രവാചകനുള്ള സ്ഥാനം എത്രയാണ് പ്രിയപ്പെട്ടവരെ. ലോകത്ത് കടന്നു വന്നിട്ടുള്ള എല്ലാ അമ്പിയാക്കളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തെരഞ്ഞെടുത്ത് മുത്തുനബിയെ അങ്ങ് ഏറ്റവും നല്ല സൽ സ്വഭാവത്തിൻ്റെ ഉടമയാണെന്ന് പഠിപ്പിക്കുമ്പോൾ സ്നേഹിക്കണ്ടേ ആ മുത്തുനബിയെ? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കൊണ്ടുവരേണ്ടേ നമ്മൾ? ആ സ്നേഹം എന്നുള്ളത് നമ്മുടെ വീട്ടിൽ വരാറുണ്ടോ? നമ്മുടെ ഉമ്മയോട് വരാറുണ്ടോ? നമ്മുടെ ഉപ്പയോട് ആ സൽസ്വഭാവം വരാറുണ്ടോ? നമ്മുടെ ഷോപ്പിലെ തൊഴിലാളിയോടും നമ്മുടെ മുതലാളിയോടും നമുക്ക് ഇൽമു പഠിപ്പിച്ചിരുന്ന നമ്മുടെ ഉസ്താദുമാരോടും അധ്യാപകരോടും വരാറുണ്ടോ? വിശ്വാസികളെ നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട്
ആ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ? കാന ഖുലുഖുഹു അൽ ഖുർആൻ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖുർആനായിരുന്നു. നമ്മൾ ആലോചിക്കുക, നമ്മുടെയൊക്കെ ശാഖകളിൽ എല്ലാ ആഴ്ചകളിലും നടക്കുന്ന QHLS ക്ലാസ്സുകളിൽ നമ്മൾ സന്നിഹിതരാണോ? നമ്മൾ എത്ര ആളുകൾ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ട്? വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ നമുക്ക് ജീവിതത്തിൽ വലിയൊരു മെഡിസിനാണ്. ലോകത്ത് വന്നിട്ടുള്ള ഒരുപാട് ഗർവ് കാണിച്ച ആളുകളെ, ഒരുപാട് കിങ്കരന്മാരെ മാറ്റിയെടുത്തത് വിശുദ്ധ ഖുർആനായിരുന്നു. ഖുർആൻ കേൾക്കുന്നത് പുണ്യം, അത് പഠിക്കുന്നത് പുണ്യം, അത് പഠിപ്പിക്കുന്നത് പുണ്യം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യനാരാണ്? ഒന്നെങ്കിൽ അവൻ ഖുർആൻ പഠിക്കണം, അല്ലെങ്കിൽ അതിനെ പഠിപ്പിക്കണമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ മുത്ത് നബിയുടെ സ്വഭാവത്തെ ആയിഷ റളിയല്ലാഹു അൻഹ കൊടുത്ത ഡെഫിനിഷൻ എന്താ പ്രിയപ്പെട്ടവരെ? കാന ഖുലുഖുഹു അൽ ഖുർആൻ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു. വിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. നമുക്കൊക്കെ അറിയാം. രണ്ടാമത്തെ ചോദ്യം എന്താ അറിയോ? ആ 114 സൂറത്തുകളെ ഒരു തവണ നമ്മുടെ ജീവിതത്തിൽ ആവർത്തനത്തോടുകൂടി, അതിൻ്റെ തജ്വീദോടുകൂടി പാരായണം ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടുണ്ടോ? നമ്മൾ ജീവിതത്തിൽ അത് ചെയ്തിട്ടുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം. അടുത്തൊരു ചോദ്യം, ആ വിശുദ്ധ ഖുർആനിലെ എത്ര സൂറത്തുകൾ നമുക്ക് മനഃപ്പാടമുണ്ട്? നമുക്ക് എന്നൊരു കുല്ലല്ലാഹും ഒരു കുല്ലാദു റബ്ബിന്നാസാണ് അല്ലേ? എന്ന് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് വരും. അതൊക്കെ നമ്മൾ മാറ്റി പിടിക്കണം. ഇന്ന് നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ എത്രയാണ് പ്രിയപ്പെട്ടവരെ, അല്ലേ? നാളെ റബ്ബിനോട് നമുക്ക് മറുപടി പറയാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. കാരണം എന്താ? ഇന്നിങ്ങനെ വിരൽത്തുമ്പിലാണ് ആളുകൾ ആശയവിനിമയങ്ങൾ നടത്തുന്നത്, സാമ്പത്തിക വരുമാനങ്ങൾ നടത്തുന്നത്, മറ്റുള്ള വിവരങ്ങൾ അറിയുന്നത് ഒക്കെ ഒരു വിരൽത്തുമ്പിലാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ആ വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഖുർആനുണ്ടല്ലോ, ആ വിശുദ്ധ ഖുർആനിനെ ഖുർആൻ പരിചയപ്പെടുത്തിയതെന്തെന്നറിയുമോ? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്. തീർച്ചയായും ഈ വിശുദ്ധ ഖുർആൻ എന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ചൊവ്വായ നേരായ മാർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകതയാണ് അത് മൗഇളത്തുൽ ലിന്നാസ്, മനുഷ്യർക്കുള്ള ഉത്ബോധനമാണ്, അത് മനസ്സിലാക്കുന്ന കാര്യമാണ്, ഉപദേശമാണ്. അത് തദ്കിറത്തുൽ ലിന്നാസ്, മനുഷ്യരെ അത് നിങ്ങൾക്കുള്ള ഉത്ബോധനമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ള ഗ്രന്ഥമാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികളെ, നമ്മൾ ആലോചിക്കുക, ഈ വിശുദ്ധ ഖുർആനിൻ്റെ വാഗ്ദാക്കളാണെന്ന് പറയുന്ന ആളുകൾ പോലും ഇന്ന് അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ സുലഭമായി കൊണ്ട് ആടി തിമിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നുകളുമൊക്കെ ആയിക്കൊണ്ട് സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കണ്ട ഡാൻസുകളുടെ എണ്ണം എത്രയാണ് പ്രിയപ്പെട്ടവരെ? ആരാ ചാടിക്കളിക്കുന്നത്? തട്ടമിട്ട മുസ്ലിം നാമകാരികളായ നമ്മുടെ സഹോദരിമാരതാ ഒരു പേടിയുമില്ലാതെ ചാടിക്കളിക്കുകയാണ്. ആളുകളുടെ മുമ്പിൽ ശ്രദ്ധ കിട്ടാൻ, ഒരുപാട് റീച്ച് കിട്ടാൻ, ആളുകൾ നല്ല അഭിപ്രായം പറയാൻ. മറന്നുപോയ ഒരു ഖബറില്ലേ? മറന്നുപോയ ഒരു മരണമില്ലേ? മറന്നുപോയ ഒരു റബ്ബില്ലേ പ്രിയപ്പെട്ടവരെ? ആ ഖബറിനെ കുറിച്ച് ആലോചിച്ചാൽ ആ പെങ്ങൾക്ക് എങ്ങനെയാണ് ആടിക്കളിക്കാൻ തോന്നുക? ഇത് സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ സുലഭമായി കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ അവർക്ക് അംഗീകാരം കൊടുക്കുന്നു. നമ്മളൊക്കെ സൗഹൃദത്തോടു കൂടി ജീവിക്കേണ്ട ആളുകളല്ലേ, കുറച്ച് എൻജോയ്മെൻ്റ് ഒക്കെ വേണ്ടേ, അതൊന്നൊരു പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ആത്മാർത്ഥമായി ഒന്ന് സൂചിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ രണ്ട് ആഘോഷങ്ങൾ, അത് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയുമാണ്. അൽഹംദുലില്ലാഹ്, അത് നമുക്ക് ആഘോഷിക്കാം, നമുക്ക് യാത്ര പോകാം,
നമുക്ക് ചെറിയ ചെറിയ കളികൾ കളിക്കാം, നമ്മുടെ ആരാധനകളെ തടസ്സപ്പെടാത്ത രൂപത്തിൽ, അതൊക്കെ ഇസ്ലാം അനുവദിച്ചു. പക്ഷേ സംഗീതം, പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള ആ സംഗീതം, അത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ നമ്മളോട് വിരോധിച്ച കാര്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ള മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് അവരുടെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, എത്ര ആളുകളുണ്ട്. ഇതൊക്കെ ഇന്ന് നിസ്സാരവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ എത്തിച്ചു കൊടുക്കേണ്ടുന്ന മതപുരോഹിതന്മാർ പോലും പറഞ്ഞു കൊടുക്കുകയാണ്, അതൊന്നൊരു പ്രശ്നമല്ല. അവരതിനു വേണ്ടി പ്രോത്സാഹനം കൊടുക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്താ? മൻ തശബ്ബഹ മിൻഹും, ആരെങ്കിലും ഒരു സമൂഹത്തോട് സാദൃശ്യം കാണിച്ചാൽ അവരിൽപ്പെട്ട ആളുകളാണ്. അള്ളാഹു നമ്മെ ഒക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ കുട്ടികളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം എന്താ അറിയോ, ഇത് മറ്റൊരിങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മക്കൾക്കും തോന്നി, എന്താ ഇപ്പം ഇതിൻ്റെ പ്രശ്നം, എന്താ ഇപ്പം ഇതിൻ്റെ കുഴപ്പം അല്ലേ? പക്ഷേ വളരെ പ്രയാസമാണ് കാര്യങ്ങൾ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ നമുക്ക് ബർക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണെന്ന് പഠിപ്പിക്കുമ്പോൾ എൻ്റെ സ്വഭാവം എന്ത് എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. അതുപോലെ ആ മുത്തുനബിയുടെ ജീവിതത്തിൽ അയൽവാസികളോടുള്ള പെരുമാറ്റം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസ് നമുക്കൊക്കെ അറിയാം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഫൽയുക്രിം ജാറഹു, അവനവൻ്റെ അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചെയ്യണം. ഇന്ന് അയൽപ്പക്ക ബന്ധങ്ങളിൽ വരുന്ന വിള്ളലുകൾ നമുക്കറിയാം അല്ലേ? വലിയ വലിയ മതിൽക്കെട്ടുകളൊക്കെ കെട്ടി പരസ്പര ബന്ധങ്ങളില്ലാതെ ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം പിണങ്ങി നിൽക്കുന്ന ആളുകൾ. ഈ പിണങ്ങി നിൽക്കുമ്പോൾ വരുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു നമ്മുടെ ഇബാദത്തുകളെ സ്വീകരിക്കുന്നില്ല. പിണക്കം മാറ്റാതെ റബ്ബിന് ഇബാദത്ത് ആവശ്യമില്ല. വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് പ്രിയപ്പെട്ടവരെ. പണ്ടൊക്കെ നമ്മുടെ അയൽപ്പക്ക ബന്ധത്തിൽ നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ നമ്മുടെ കുട്ടികളുടെ അടുത്ത് നമ്മളത് കൊടുക്കും. മോനെ ഇതവിടെ കൊണ്ടുപോയി കൊടുക്ക്, കുട്ടികൾ മത്സരിക്കുകയെന്ന് ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞു. എന്നതൊക്കെ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രൂപം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തൻ്റെ കുടുംബത്തോടുള്ള പെരുമാറ്റം, അവിടുത്തെ കുടുംബത്തിനോടുള്ള പെരുമാറ്റം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. വിശിഷ്യ നമ്മെ വളർത്തിയുണ്ടാക്കിയ നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ ഉമ്മയോട്, നമ്മുടെ ഉപ്പയോട് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക. പക്ഷെ പലപ്പോഴും പല ആളുകളും ഒരു പക്ഷേ അബദ്ധത്തിൽ സംഭവിക്കാം, അല്ലെങ്കിൽ അവരുടെ ചില പെരുമാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കാം, അവരോടൊക്കെ വളരെ ദേഷ്യത്തോടുകൂടി മോശത്തോടുകൂടി സംസാരിക്കുന്ന ആളുകൾ. അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എന്തൊക്കെ എത്ര വലുതായാലും ആ ഉമ്മയുടെ മുമ്പിൽ നമ്മൾ ആ ഉമ്മയുടെ മോനാണ്, നമ്മൾ മോളാണ്. അവരെ പരിപാലിച്ചാൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ, സ്വർഗമാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ പ്രവാചക സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നാണ് മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നമസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ആ ഒരു വിഷയത്തിൽ ഇന്ന് എത്രയോ ആളുകൾ അലസത കാണിക്കുകയാണ്. കാലിനോ കയ്യിനോ ഹൃദയത്തിനോ കിഡ്നിക്കോ കരളിനോ ഒന്നും ഒരു കുറവും ഒരു ന്യൂനതയും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ അല്ലേ? സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണില്ലേ ആളുകൾ ഇങ്ങനെ വന്ന് പറയണത്? അത് പൂതിണ്ടായിട്ട് പറയില്ല പ്രിയപ്പെട്ടവരെ, വേറെ നിവൃത്തില്ലായിട്ട് പറയണം. അള്ളാഹിനോട് നമ്മൾ സ്തുതിക്കണം. ഒരു സ്റ്റെപ്പ് വെച്ച് മറ്റൊരു സ്റ്റെപ്പിലേക്ക് നമ്മുടെ കാല് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയയുടെ വിശാലത എത്രയാണ്! നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ഈ ദുനിയാവിനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹം എത്രയാണ്! അതുകൊണ്ട് നമസ്കാരത്തെ മുറുകെ പിടിക്കണം. എങ്ങനെ നമസ്കരിക്കണം? ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന
കിതാബൻ മൗഖൂത, സമയം നിർണയിക്കപ്പെട്ട ആരാധനാ കർമ്മമാണ്. എന്ന് വെച്ചാൽ ആ സമയത്ത് നിർവഹിക്കാൻ കഴിയണം. നമ്മുടെ ഒക്കെ തിരക്ക് കഴിഞ്ഞ് നിസ്കരിക്കേണ്ട ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക. അങ്ങനെ നമസ്കരിക്കാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് സാധ്യമാകണം. അതുപോലെ തന്നെ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ, മൻ സ്വല്ലാ അലയ്യ വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ മേൽ 10 സ്വലാത്ത് ചൊരിയും, 10 അനുഗ്രഹങ്ങൾ ചൊരിയുമെന്നാണ്. എത്ര ബെനിഫിറ്റാണ് പ്രിയപ്പെട്ടവരെ, എത്ര ബെനിഫിറ്റാണ്! അല്ല തരുന്ന ഓഫറല്ലേ, അല്ല തരുന്ന സൗജന്യമല്ലേ, നമുക്ക് നേടിയെടുത്തുകൂടെ? അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരുപാട് സുന്നത്തുകൾ നമ്മളെ പഠിപ്പിച്ചു. ചെരുപ്പ് ധരിക്കുന്ന വിഷയത്തിൽ, മുടി ചീകുന്ന വിഷയത്തിൽ, കിടന്നുറങ്ങുന്ന മേഖലകളിൽ, വുളൂ എടുക്കുന്ന സന്ദർഭങ്ങളിൽ, യാത്ര പോകുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഉറക്കിൽ നിന്ന് എണീക്കുമ്പോൾ, മലമൂത്ര വിസർജനത്തിന് വേണ്ടി ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഇറങ്ങുമ്പോൾ, വീട്ടുകാരൻ അഹ്ലീങ്ങളായി നമ്മുടെ വീട്ടിലേക്ക് അതിഥിയായ ആളുകൾ വരുമ്പോൾ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ ആ പ്രവാചകന്റെ സുന്നത്തുകളെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതുപോലെ പ്രിയപ്പെട്ടവരെ, പ്രവാചകനെ സ്നേഹിക്കുന്ന ആ പ്രവാചകന്റെ ജീവിതത്തിലെ ഉത്തമ മാതൃകളെ നമ്മൾ പിൻപറ്റുമ്പോൾ അതിലേറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലാളിത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന പോലും അപ്രകാരമായിരുന്നു. അല്ലാഹുവേ, എന്നെ വലിയ ഒരു സമ്പന്നനാക്കല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നില്ല. വലിയ സമ്പത്തൊന്നും വേണ്ട എന്നായിരുന്നു ആഗ്രഹിച്ചത്. ലാളിത്യ ജീവിതമായിരുന്നു. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഈന്തപ്പനയുടെ കട്ടിൽ ഇങ്ങനെ കിടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകത്ത് ആ കട്ടിലിൻ്റെ പാട് സ്വഹാബത്ത് കണ്ടു. സ്വഹാബത്തിന് സങ്കടമായി, വിഷമമായി. അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങക്ക് കിടക്കാൻ നല്ല ഒരു മെത്ത ഞങ്ങൾ സംഘടിപ്പിച്ചു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ, മാലി വലി ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ആ ചോദ്യം ആലോചിച്ചൊക്കെ നമുക്ക് തികയണില്ല അല്ലേ? നിങ്ങൾ ആലോചിച്ചോളിയും, കറക്റ്റാണ്, ആലോചിച്ചോളിയും. നമുക്ക് എ സി ഇട്ട എ സിയുടെ കൂടെ ഫാന് വേണം, മെത്ത വിരിച്ച് അതിൻ്റെ മേലെ വേറെ വിരിപ്പ് വേണം, നമുക്ക് ഉറക്കം വരുന്നില്ല അല്ലേ? എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലോകത്തിൻ്റെ നേതാവായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാളിത്യത്തിൽ ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം. വീട്ടിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഭാര്യമാരോട്, മക്കളോട്, അവിടുത്തെ അഹ്ലീങ്ങളോട് ഏറ്റവും വിനയാന്വിതനായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ജീവിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, അവിടുന്ന് യതീമുകളെ പരിഗണിച്ചിരുന്നു. അനവകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാകദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ചൂണ്ടുവിരലും നടുവിരലും ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും എന്ന് പറഞ്ഞാൽ അടുത്തായിരിക്കുന്നു. നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ എന്തെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ അവനെ പരിഹസിക്കാതെ നമ്മളിൽ നിന്ന് ഉള്ളതുപോലെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ആ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ സൂചിപ്പിച്ച ഈ മാതൃകളൊക്കെ ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി റോൾ മോഡലായി സ്വീകരിക്കേണ്ടത് ആരെയാണ്? ഫുട്ബോൾ താരങ്ങളെയാണോ? സിനിമ സീരിയൽ താരങ്ങളെയാണോ? അല്ലെങ്കിൽ ലോകത്തുള്ള ധനാഢ്യന്മാരെയാണോ? അല്ല. ഒരു വിശ്വാസി റോൾ മോഡലായി സ്വീകരിക്കേണ്ടത്
പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. ആ കാര്യം റബ്ബ് നമ്മളെ പഠിപ്പിച്ചു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് ആ പ്രവാചകനിൽ ഒരു ഉത്തമമായ മാതൃകയുണ്ട്. എത്ര നല്ല വചനമാണ് പ്രിയപ്പെട്ടവരെ, എത്രയെത്ര മാതൃകകളാണ്. നല്ല മാതാപിതാക്കളാകണോ, നല്ല അയൽവാസിയാകണോ, നല്ല കൂട്ടുകാരനാകണോ, നല്ല ന്യായാധിപനാകണോ, നല്ല കച്ചവടക്കാരനാകണോ, നല്ല ഒരു ഭർത്താവാകണോ, നല്ല ഒരു കൂട്ടുകാരനാകണോ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ നിങ്ങൾക്ക് ആ പ്രവാചകനിൽ മാതൃകയുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥമായി ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ആർക്കാ നഷ്ടം? ആർക്കാ നഷ്ടം പ്രിയപ്പെട്ടവരെ? നമുക്കാണ് നഷ്ടമുണ്ടാവുക, അല്ലേ? സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി സഹവസിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കതിനുള്ള അവസരമില്ല. പക്ഷെ നമുക്കുള്ള അവസരങ്ങൾ എന്താണ്? ഏറ്റവും നല്ല രൂപത്തിൽ ആ മുത്തുനബിയുടെ മാതൃകളെ നമ്മൾ പിൻപറ്റുക എന്നുള്ളതാണ് നമ്മുടെ മേലുള്ള ബാധ്യത. ഇനി പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം വിശദീകരിച്ച ഈ ഒരു അവസ്ഥകൾ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തീരുമാനമെടുക്കണം. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാൻ നമസ്കാരത്തെ പാഴാക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം നിർബന്ധമായും ഞാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. ഞാൻ അതിൽ ഒരു വീഴ്ച ഞാൻ കാണിക്കില്ല എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ തീരുമാനമെടുക്കണം. എൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ഞാൻ സ്വലാത്ത് ചൊല്ലും, അല്ലേ എന്ന് നമ്മൾ തീരുമാനമെടുക്കണം. എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ആത്മാർത്ഥമായി കാരുണ്യത്തോടെ ആദരവോടുകൂടി ഞാൻ പെരുമാറുമെന്ന് തീരുമാനമെടുക്കണം. ഒരു തിന്മ ഞാൻ ചെയ്താൽ, ഒരു തെറ്റ് ഞാൻ ചെയ്താൽ എൻ്റെ റബ്ബ് അത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം, ആ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, ദുനിയാവിലെ ജീവിതം എന്നുള്ളത് താൽക്കാലികമാണ്, അത് നശ്വരമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ആവർത്തിച്ച് വ്യത്യസ്തമായ സൂറകളിലൂടെ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. ഇവിടുത്തെ ജീവിതം എന്നുള്ളത് എന്താണ്? കളിയും വിനോദവുമല്ലാതെ മറ്റൊന്നുമല്ല. നമുക്കെല്ലാവർക്കും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ടുന്ന ഒരു ദിവസമുണ്ട്, അല്ലേ? നമ്മുടെ മരണം എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ? അത് നമുക്കാർക്കും അറിയില്ല. പക്ഷേ വിശുദ്ധ ഖുർആനിൽ റബ്ബ് പഠിപ്പിച്ച ആയത്ത് മനഃപ്പാടമുള്ള ആളുകളാണ് നമ്മൾ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യരും ആ മരണത്തിൻ്റെ രുചി ആസ്വദിക്കുമെന്നുള്ളതാണ്. എത്ര വലിയ കുബേരനാകട്ടെ, കുചേലനാകട്ടെ, പണിക്കാരനാകട്ടെ, പണക്കാരനാകട്ടെ, മണിമാളികകളിൽ അന്തി ഉറങ്ങുന്നവനാകട്ടെ, വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, ആ മരണം നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും. ആരുമില്ലാതെ ഒരു ഹറാമിലൂടെ നമ്മൾ മുഴുകുമ്പോഴാണ് നമ്മുടെ മരണം സംഭവിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലൂടെയാണ് മലക്കുൽ മൗത്തും അനുയായികളും നമ്മുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന ആ ഒരു രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു പറയാണ്, വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നിങ്ങൾ ഈ ദുനിയാവിൽ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള പ്രതിഫലങ്ങൾ നാളെ പരലോകത്ത് നിങ്ങൾക്ക് നൽകും. നിങ്ങളോട് അനീതി കാണിക്കൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ബേജാറും നമുക്ക് ആവശ്യമില്ല. എന്ത് ബേജാറ്? നമ്മൾ കുറേ അമൽ ചെയ്തു, ഇതൊക്കെ എൻ്റെ റബ്ബ് സ്വീകരിക്കൂല എന്നുള്ള ബേജാറ് നമുക്ക് വേണ്ട. പക്ഷെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം? ആത്മാർത്ഥമായിട്ടുള്ള കർമ്മങ്ങളായിരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ റമളാനിൽ നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ കച്ചവടം, നമ്മുടെ സ്വഭാവം, ഖുർആനോട് നമ്മുടെ ബാധ്യതകൾ, നമ്മുടെ സ്വഭാവം, നമസ്കാരത്തിലെ കൃത്യനിഷ്ഠ, അതൊക്കെ പണ്ടോ? നമ്മൾ ചിന്തിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കഅബ നിർമ്മിക്കാൻ പറഞ്ഞ് അത് നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റബ്ബേ.
ഇബ്രാഹിം നബി എന്ത് വിചാരിച്ചില്ല? ഇതൊക്കെ ഇപ്പം എന്നോട് റബ്ബല്ലേ പറഞ്ഞത്, എന്നോട് റബ്ബ് പറഞ്ഞു, ഞാനത് ചെയ്തു, ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കൊന്നും വേണ്ടല്ലോ എന്ന് കരുതിയില്ല പ്രിയപ്പെട്ടവരെ. അവർ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള പ്രതിഫലങ്ങൾ പ്രിയപ്പെട്ടവരെ നാളെ പരലോകത്ത് റബ്ബ് നമുക്ക് തരും. എന്നിട്ട് അല്ലാഹ് പറയാണ്, വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഅ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ആര് കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവോ, സുഖാനുഭൂതികളുടെ കേദാരമായിട്ടുള്ള സ്വർഗത്തിൽ പ്രവേശിച്ചുവോ, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചിട്ടുള്ളവൻ. അല്ലേ? ദുനിയാവിലെ ചെറിയ ഒരു ചൂട് നമുക്ക് സഹിക്കാൻ കഴിയണില്ല. അല്ലേ സഹോദരിമാരെ? നമ്മളൊക്കെ അടുക്കളയിൽ 24 മണിക്കൂറും കഴിയുന്ന ആളുകളല്ലോ. ഒരു ചെറിയൊരു ചൂട് നമ്മുടെ വിരൽ തുമ്പിൽ തട്ടിയാൽ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത എത്രയാണ്? നമ്മൾ എന്തൊക്കെ ചെയ്യും ആ ഒരു ചെറിയൊരു മുറി മാറാൻ? നമ്മളത് ആരോടൊക്കെ പറയും, കാണുന്നവരോടൊക്കെ പറയും, അവിടെ പൊള്ളി, ഇവിടെ ചൂട്. അല്ലേ? പ്രയാസം കൊണ്ടാണ്. നമുക്കെങ്ങനെയാണ് ആ ഭീതിജനകമായ നരകത്തിൻ്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയും? അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലേ പ്രിയപ്പെട്ടവരെ? ഞാൻ ആലോചിക്കാനും ചിന്തിക്കാനും വേണ്ടിയിട്ടാണ് കുറച്ച് വിശദീകരിച്ച് പറഞ്ഞു കിട്ടും. എന്നിട്ട് അള്ളാഹ് പറയാണ്, ആ കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് ആര് രക്ഷപ്പെട്ടുവോ, സുഖാനുഭൂതികളുടെ കേദാരമായിട്ടുള്ള സ്വർഗത്തിൽ പ്രവേശിച്ചുവോ, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചിട്ടുള്ളവൻ. ആ വിജയമാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല വിജയം. ആ വിജയത്തിനുള്ള ഒരുക്കമാണ് ഈ ദുനിയാവിലൂടെയുള്ള ജീവിതം. ആ ഒരുക്കത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും സമയം കണ്ടെത്തേണ്ടത്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് അള്ളാഹു നമ്മൾ വലിയ സംഭവമായിട്ട് കാണി ദുനിയാവിനെ പരിചയപ്പെടുത്തി. എന്താ അറിയോ? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. നമസ്കാരമൊന്നും കൃത്യമായി നിർവഹിക്കാതെ, പ്രാർത്ഥനയും അദ്കാറുകളൊന്നും ചെല്ലാതെ, മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി 24 മണിക്കൂറും പണിയെടുക്കുന്ന ഉപ്പാ, നിങ്ങൾ ആലോചിച്ചോ? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് നശ്വരമായ ജീവിതം മാത്രമാകുന്നു. എത്ര സത്യമാണ് പ്രിയപ്പെട്ടവരെ? ആ ദുനിയാവിന് വേണ്ടിയിട്ടാണോ ഞാനും നിങ്ങളും സമയം കണ്ടെത്തുന്നത്, അതോ പരലോകത്തിന് വേണ്ടിയിട്ടാണോ? ഇതിൻ്റെ അർത്ഥം എന്താ? ദുനിയാവ് വേണ്ട എന്നാണോ? ഇവിടെ സന്തോഷിക്കണ്ട എന്നാണോ? ഇവിടെ ആഹ്ലാദിക്കണ്ട എന്നാണോ? അതൊന്നുമല്ല. നമുക്ക് സന്തോഷിക്കാം, നല്ല വസ്ത്രം ധരിക്കുക, നല്ല രൂപത്തിൽ നടക്കുക, വിനോദങ്ങളിലേക്ക് നമുക്ക് പോകാം. പക്ഷെ അവിടൊക്കെ ഇസ്ലാം പഠിപ്പിച്ച അദബുകൾ, മര്യാദകൾ നമ്മൾ പാലിച്ചാൽ മതി. നല്ല ഭക്ഷണം കഴിക്കുക, ഒന്നും തെറ്റില്ല, ഒന്നും കുറ്റം കുറവൊന്നുമില്ല. പക്ഷെ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? യാത്രയിലൂടെ പരലോകം, കുടുംബത്തിലൂടെ പരലോകം, മക്കളിലൂടെ പരലോകം. ആ പരലോകത്തെ നമ്മൾ കണക്കാക്കണം പ്രിയപ്പെട്ടവരെ. കാരണം ആ മരണമെന്നുള്ള വാസ്തവം, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. എവിടെ വെച്ചുകൊണ്ട് എപ്പോൾ മരിക്കുമെന്ന് പറയാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് തിരിച്ചെൻ്റെ വീട്ടിലേക്ക് എത്തുമെന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല. ഞാൻ ധരിച്ചിരിക്കുന്ന എൻ്റെ വസ്ത്രം ഇന്ന് ഞാൻ തന്നെ ധരിക്കുമെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ ലോകത്ത് ഒരു സൂപ്പർ ഹോസ്പിറ്റലാറ്റിക്കും സാധ്യമല്ല, ഒരാൾക്കും സാധ്യമല്ല. അത്രയേറെ നൈമിഷികമാണ് നമ്മുടെ ജീവിതം. ആ ഖബറെന്ന വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രംഗമുണ്ട്. ഏതാണ് പ്രിയപ്പെട്ടവരെ ആ ഖബറ്? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന. ശീതീകരിച്ച മുറിയിൽ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ, നല്ല മെത്തയിൽ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ, 6 അടി മണ്ണായ ആ ഖബറിൽ പോയി കിടക്കേണ്ടുന്ന രംഗത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. മക്കളില്ലാത്ത ആ ഒരു ഖബറ്,
ഭാര്യയില്ലാത്ത ആ ഖബറ്, പൊന്നുപ്പച്ചിയും ഉമ്മച്ചിയും ഇല്ലാത്ത ആ ഖബറ്, കൂട്ടുകാരനില്ലാത്ത ആ ഖബറ്, ഏത് അവസരത്തിലും ഏത് പാതിരാത്രിക്കും നമ്മെ സഹായിക്കുന്ന നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാ ഇല്ലാത്ത ആ ഖബറ്, ആരും സഹായിക്കാനില്ലാത്ത ആ ഖബറിൽ ആരാണ് പ്രിയപ്പെട്ടവരെ കൂട്ടിനുള്ളത്? അമലുകൾ മാത്രമാണ്. അതുകൊണ്ട് ആ മരണത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ ആലോചിക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചക സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് ഇന്നലെ നമ്മുടെ നാടുകളിൽ നടന്ന ചില സംഭവങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആ മുത്തുനബിയെയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇവരുടെ പള്ളികളിൽ റബീഉൽ അവ്വൽ ഖുതുബകൾ നടത്തുന്ന ആ നബാത്തി കുത്തുബയിൽ പോലും അള്ളാന്റെ റസൂലിൻ്റെ ജന്മദിനാഘോഷത്തെക്കുറിച്ച് പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഖതീബ് മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആളുകളോട് ചോദിക്കുകയാണ്, നമ്മൾ എവിടെ നിന്നാണ് റാലി നടത്തേണ്ടത്, നമ്മൾ എവിടെ നിന്നാണ് ഭക്ഷണം തുടങ്ങേണ്ടത്? എന്തൊരു വിരോധാഭാസമാണിത്! വിശ്വാസികളെ, ആ റബീഉൽ അവ്വൽ 12 അവസ്ഥ എന്തെന്നറിയുമോ? മദീനയാകെ മൂകസാന്ദ്രമായിരുന്ന സന്ദർഭമാണ്. മുത്ത് റസൂലിൻ്റെ വിടവാങ്ങലിൽ സ്വഹാബത്ത് കരഞ്ഞതാണ്. എൻ്റെ റസൂൽ മരണപ്പെട്ടിട്ടുണ്ട് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ തല ഞാൻ എടുക്കുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ദിവസമാണ്. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞ ദിവസമാണ്. കിത്അതു കബ്ദി, എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച് പറഞ്ഞ ആ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞ ദിവസമാണ്. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, റസൂലേ, അങ്ങക്ക് വേദനയുണ്ടോ, അങ്ങക്ക് പ്രയാസമുണ്ടോ, അങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആയിഷ, ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയാണ് എന്നാണ്. ആരാണ് പ്രിയപ്പെട്ടവരെ ഇത് പറഞ്ഞത്? നാം വിശദീകരിച്ച ആ മുത്തുനബിയാണ്. നാം നമ്മളെ പഠിപ്പിച്ച ഹദീസിൻ്റെ താളുകളിലൂടെ നമുക്ക് നന്മ പറഞ്ഞു തന്ന ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട്. അല്ലേ? ഇമാതത്തുൽ അദാനി തുരീഖ് എന്ന് പഠിപ്പിച്ച ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് വഴി തടസ്സപ്പെടുത്തിയത്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആകാശലോകത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? അല്ലാഹുമ്മ റഹംനി, അല്ലാഹുവേ എന്നോട് നീ കരുണ കാണിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഗഫിർലി, പടച്ചവനെ നീ എനിക്ക് പുറത്തു തരണമേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു പോയി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണം. ആദ്യമായി സ്വർഗത്തിന്റെ കവാടം പോയി മുട്ടുന്നതും തുറക്കുന്നതും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ പരിശ്രമിക്കുക. പരിശ്രമമില്ലാതെ, ത്യാഗമില്ലാതെ ഒരിക്കലും സ്വർഗമില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ആരും കരുതേണ്ടതില്ല എന്തെങ്കിലുമൊക്കെ കൊണ്ട് കാട്ടിക്കൂട്ടിയിട്ട് ഓ ഞാൻ വലിയ ആളായി, മുത്തഖീനായി, അല്ലേ? നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട്. ജുമാക്ക് നേരത്തെ എത്തുമ്പോൾ, പള്ളിയിൽ ജമാഅത്തിന് നേരത്തെ നമ്മളൊരു ദിവസം എത്തിയാൽ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വൈകിയാലൊന്നും കുഴപ്പമില്ല, എനിക്ക് സ്വർഗ്ഗം ഉറപ്പായി, ഞാൻ നേരത്തെ എത്തിയല്ലോ എന്നല്ലേ. പക്ഷെ നമ്മൾ എന്താ കരുതേണ്ട അറിയോ? ഞാൻ ഒന്നും നേടിയിട്ടില്ല, ഞാൻ എൻ്റെ റബ്ബിങ്കിലേക്ക് ഒന്നും നേടിയിട്ടില്ല, ഞാൻ ഇനിയും ആത്മാർത്ഥമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മകളിൽ മത്സരിക്കൂ, ആ മത്സരത്തിലാണ് ഞാൻ ഉള്ളത് എന്നുള്ള ആ ഒരു ബോധമാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ നമുക്കുണ്ടാകേണ്ടത്. ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ആ മുത്തുനബിയോട് ആ സ്നേഹത്തെ വെച്ച് ആ പ്രവാചകന്റെ മാതൃകളെ നമ്മൾ പിൻപറ്റി ആ പരലോകത്തെ നമ്മൾ ആഗ്രഹിച്ചാൽ, ആ പരലോകത്തെ നമ്മൾ കുതിച്ചാൽ, അല്ലാഹു പറയാണ്
വമൻ അറാദൽ ആഖിറ, ആര് പരലോകത്തെ ആഗ്രഹിച്ചുവോ ഉദ്ദേശിച്ചുവോ, വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട് ആ പരലോകത്തിന് വേണ്ടി അധ്വാനിച്ചുവോ. മുസ്ലിമാകണം, മുഅ്മിനാകണം, ആത്മാർത്ഥമായി കൊണ്ടുള്ള പരിശ്രമം വേണം. ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോൾ അതൊക്കെ ഇപ്പം ഉണ്ടാകുമോ? മലായിക്കത്തുകളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമോ? ഇങ്ങനെ വിശ്വാസത്തിൽ ഒരു ലാഞ്ചന പ്രിയപ്പെട്ടവരെ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിച്ചത്? വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് പരിശ്രമിച്ചാൽ, ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് നന്ദിപൂർവ്വം സ്വീകരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമസ്കരിക്കുമ്പോൾ നല്ല ഒരു ചിന്ത, ഇബാദത്ത് ചെയ്യുമ്പോൾ നല്ല ഒരു ചിന്ത, ആത്മാർത്ഥമായി കൊണ്ടുള്ള പ്രാർത്ഥന, ഇതെൻ്റെ റബ്ബ് എന്നിൽ നിന്ന് സ്വീകരിക്കണം, എൻ്റെ റബ്ബ് എനിക്ക് എന്ത് ചെയ്യണം, ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനമായി എന്നിൽ നിന്ന് സ്വീകരിക്കണം എന്നുള്ള ചിന്തയോടൊപ്പം ഒരു വലിയ അകമടിഞ്ഞ ഒരു പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. അതുകൊണ്ട് ഒരു വിശ്വാസി ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇതിനൊക്കെ ഉടമപ്പെടുത്താൻ എന്താരോ നമ്മുടെ സമയമാണ്, നമ്മുടെ ടൈമാണ്, അല്ലേ? നമ്മുടെ സമയം നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മൾ വിനിയോഗിക്കണം. സോഷ്യൽ മീഡിയകൾ ഇന്ന് നമ്മുടെ മക്കളെ വല്ലാതെ എല്ലാവിധ പ്രയാസങ്ങളിലേക്കും കൊണ്ടു നടത്തുകയാണ്. ആളുകൾ ഒരാളെപ്പം തോൽപ്പിക്കാൻ, ഇല്ലാതാക്കാൻ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ആയുധപ്പം എന്താ അറിയോ? സോഷ്യൽ മീഡിയ. അയാൾ ഇന്നത് ചെയ്തു, ഇന്നത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്തതും ഉള്ളതുമായ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുക, അല്ലേ? സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് സമയം നമ്മൾ ചെലവഴിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിനെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്താണ്? നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, രണ്ട് അനുഗ്രഹങ്ങളിൽ മനുഷ്യർ വഞ്ചിതരാണ്. എത്ര സത്യമാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കും. ഇന്ന് ഈ മൊബൈൽ ഫോണിൻ്റെ മുമ്പിൽ, സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ നമ്മളിരുന്ന സമയം എത്രയാണ്? നമ്മൾ പ്രാർത്ഥിച്ച സമയം എത്രയാണ്? നമ്മുടെ അദ്കാറിൻ്റെ സമയം എത്രയാണ്? ഏറ്റവും കൂടുതൽ പക്ഷെ ഞാനും നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ മൊബൈലിൻ്റെ മുമ്പിലായിരിക്കും. ആവശ്യങ്ങളുണ്ടാകും, അതപ്പുറം കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങളെ നമ്മൾ ഏറ്റവും മാന്യമായ രൂപത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കണം. പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുക, സോഷ്യൽ മീഡിയ അല്ലാഹു നമുക്ക് നൽകിയ വലിയൊരു നിഅമത്താണ്. നമ്മൾ ഒരു തെറ്റായ രൂപത്തിലേക്കും ഒരു തെറ്റായ ചിന്തയിലേക്കും അത് നമ്മൾ ഉപയോഗപ്പെടുത്തരുത്. പ്രതീക്ഷകളോടും പ്രത്യാശയോടും കൂടി നമ്മളെ വളർത്തിയെടുക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ കാണുന്ന സ്വപ്നത്തിനേക്കാൾ വലിയ സ്വപ്നമാണ് നമ്മുടെ വിഷയത്തിൽ അവർ കാണുന്നത്, അല്ലേ? അതുകൊണ്ട് ആവിഹിത ബന്ധങ്ങൾക്കൊന്നും ചെന്നെത്തിപ്പെടാതെ ഇപ്പം എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടത്, അല്ലേ? 13, 10 വയസ്സായ പെൺകുട്ടികൾ ഇന്നലെയും ഇന്നകളുമായൊക്കെ പരിചയപ്പെട്ട ഒരാളെ കൂടെ കണ്ടിട്ട് പോലുമില്ല. ചെറിയ ഒരു സ്നേഹത്തിൻ്റെ തലോടിൽ കിട്ടുമ്പോഴേക്കും അങ്ങോട്ട് പോവുകയാണ്. ആരെ വിട്ടിട്ടായി പോകണ പ്രിയപ്പെട്ടവരെ? 18, 17, 15 വർഷം കൈ വളരുന്നു, കാല് വളരുന്നു, സംസാരം നന്നാകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ നിഅമത്തുകൾ നോക്കി ആസ്വദിക്കുന്ന നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും വിട്ട് പോവുകയാണ്. നിയമപാലകരുടെ മുമ്പിൽ പോയി ഒരു മടിയും ഉളുപ്പുമില്ലാതെ മക്കൾ പറയാണ്, എനിക്ക് ഓനെ മതി, ഇക്കിൻ്റെ അമ്മാനിപ്പാനും വേണ്ട. ആലോചിച്ചൊക്കെയാണ്. ഓൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞോ എന്ത് ചെയ്യും? ഇവിടെ കൊടുന്നിടും. ആ പാവ ഉപ്പയമ്മ അതിനെ സ്വീകരിക്കും. കാരണം എന്താ? ആ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കുട്ടിയാണ്, മോളാണ്. പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി വളർത്തിയവരാണ്. പക്ഷേ സഹോദരിമാരെ, മക്കളെ, നമ്മൾ ഒരിക്കലും നമ്മൾ കാരണം നമ്മുടെ മാതാപിതാക്കൾ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. സ്വന്തം മുത്തശ്ശനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ കൊടുത്തത് ഒരു പൊന്നുമോളാണ്, അല്ലേ? നമ്മൾ വായിച്ചവരാണ്. ഇത് കൊച്ചു കേരളത്തിനാണ് പ്രിയപ്പെട്ടവരെ നടക്കുന്നത്. നമ്മൾ ആലോചിക്കണം, എന്തായിരിക്കും ആ കുഞ്ഞുമോളുടെ മനസ്സിലുണ്ടായ ആ ഒരു ചേതോ വികാരം. നമ്മളൊന്ന് ആലോചിച്ചൊക്കെയാണ്. എന്നിട്ട് ആ കൊല നടത്തുന്ന ദൃശ്യങ്ങൾ പോലും ആ കുട്ടി വീഡിയോ ആയി കാണുകയാണ്. ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ? ഞാൻ എന്ത് ചെയ്താലും എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്. ഞാനൊരു എന്തൊരു തെറ്റ് ചെയ്താലും എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്. ഇപ്പോൾ ഇരുട്ടത്തിരുന്ന് നമ്മൾ ഈ മൊബൈൽ ഫോണിൽ
നമ്മൾ എന്തെങ്കിലും തിന്മ നമ്മൾ ചെയ്താൽ, ഒരുത്തവനെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അവിഹിത ബന്ധത്തിലേക്ക് നമ്മൾ മെസ്സേജ് കൊടുത്താൽ, എന്ത് തിന്മ ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കുക, ആ മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന ഒരു ചെറിയ വെളിച്ചമുണ്ടല്ലോ, അതായത് ഇരുട്ടത്തുനിന്നുണ്ടാകുന്ന ചെറിയൊരു വെളിച്ചം, ആ വെളിച്ചം പോലും നാളെ റബ്ബ് നമുക്ക് ഖബറിൽ തരുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി പറയുക, അല്ലേ? അള്ളാഹിനോട് നന്ദി പറയുക. ലോകത്തുള്ള പാവങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. പ്രയാസപ്പെടുന്ന ആളുകളിലേക്ക് നോക്കുക. അവർക്കിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ വിശാലത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നിങ്ങൾ നോക്കുക, നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത് എന്ന് നമ്മുടെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സമാധാനം കിട്ടുന്ന ഒരു ഹദീസാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് കർമ്മനിരതരമാക്കി ആ പരലോകത്തെ എങ്ങനെയെങ്കിലും നേടിയെടുക്കുക. ദുനിയാവിൽ ആര് നമ്മളെ തളർത്തിയാലും, ദുനിയാവിൽ ആര് നമ്മളോട് മിണ്ടാതിരുന്നാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പിടിച്ചു നിൽക്കാം. റബ്ബ് നമ്മളെ സഹായിക്കും, റബ്ബ് നമ്മളെ സഹായിക്കും. പക്ഷേ പരലോകത്ത് ഒരു ഉമ്മയില്ല, ഒരു ഉപ്പയില്ല, ഒരു കൂട്ടുകാരനില്ല, ഒരു അയൽവാസിയുമില്ല, പണത്തിൻ്റെ സ്വാധീനമില്ല, അധികാരമില്ല, പവറില്ല, ഒന്നുമില്ല. അവിടെ ഓരോരുത്തർ എന്താണോ ചെയ്തത് ആ പ്രവർത്തനങ്ങളുമായി നാളെ പരലോകത്ത് വരും. മലക്കുൽ മൗത്ത് അനുയായികളും കടന്നു വരുമ്പോൾ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, മലക്കുൽ മൗത്ത് അനുയായികളും കടന്നു വരുമ്പോൾ സത്യനിഷേധികളായി വരുന്ന ആളുകൾ പറയുന്ന ഒരു വാക്കുണ്ട്, റബ്ബിർജിഊൻ, പടച്ചോനെ ഒന്ന് മടക്കി തരൂ, ഒന്ന് മടക്കി തരൂ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷ വരുത്തിയ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം. അന്ന് മനുഷ്യരായ നമുക്ക് ബോധമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിൻ്റെ വില, ഉമ്മയുടെ വില, ഉപ്പയുടെ വില, സമയത്തിൻ്റെ വില, അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യത്തിൻ്റെ വില. റബ്ബേ, ഒന്നും ചെയ്തില്ലല്ലോ റബ്ബേ, തിന്മകളിലായിരുന്നല്ലോ റബ്ബേ ഞാൻ, ഇത് ദുനിയാവിലെ നശ്വരമായ അവസ്ഥയായിരുന്നല്ലോ, ഇനി എനിക്ക് അമൽ ചെയ്യാൻ ഒരു ചാൻസ് തരൂ. അള്ളാൻ്റെ വാക്കെന്താ അറിയോ? കല്ല, ഒരിക്കലുമില്ല. ഇന്നഹാ കലിമത്തുൻ, അതൊരു വെറും വാക്ക് മാത്രമാണ്. ആ മനുഷ്യൻ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് അറിയിച്ചു തരുന്ന ആ റബ്ബിൻ്റെ കാരുണ്യം എത്ര വലുതാണ്, എത്ര വിശാലമാണ്. ആ റബ്ബിൻ്റെ സ്നേഹം, നമ്മളോടുള്ള സ്നേഹം, ആ അടിമകളോടുള്ള സ്നേഹം. ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകനായ ആ റബ്ബ്, പരമച്ചോടും കാരുണ്യം കാണിക്കുന്ന ആ റബ്ബ് തിരിച്ചറിഞ്ഞോ മുഅ്മിനുകളെ ആ സ്നേഹം? തിരിച്ചു കൊടുത്തോ റബ്ബിനെ നമ്മൾ ആ സ്നേഹം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകളെ പിൻപറ്റി നമ്മളത് ജീവിതത്തിൽ കൊണ്ടുവരിക, പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുക. റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും നല്ല മുഅ്മിനായി, മുവഹിദായി, മുഖ്ലിസായി കർമ്മങ്ങൾ ചെയ്യുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സംസാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് നല്ലൊരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായി കൊണ്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മുത്തുനബിയുടെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന, മാരകമായ രോഗങ്ങൾ കൊണ്ടുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന്, അപകടകരമായി കൊണ്ടുള്ള രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കുമാറാകണേ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും അവരുടെ നല്ല ആഗ്രഹങ്ങളെ അവർക്ക് ഹാസിലാക്കി കൊടുക്കുമാറാകണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള ദുആ വസിയത്തോടുകൂടി അള്ളാഹു നമ്മുടെ സംസാരവും ഇരുത്തവും ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.